ധൈര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഞാനോ നിങ്ങളോ മരിച്ചാൽ മൃതദേഹങ്ങൾ എങ്ങനെയാണ് മണ്ണിൽ അഴുകിച്ചേരുന്നത്? വെള്ളത്തിൽ കിടക്കുന്നതോ മണ്ണിൽ കുഴിച്ചിട്ടതോ കല്ലറയിൽ കിടക്കുന്നതോ ആയ മൃതദേഹങ്ങൾ അഴുകുന്ന രീതികൾ പോലും വളരെ വ്യത്യാസമാണ്. ചിലരുടെ മൃതദേഹം അടക്കം ചെയ്ത വർഷങ്ങൾ കഴിഞ്ഞാലും അഴുകാതെ അതുപോലെ തന്നെ നിലനിൽക്കാറുണ്ട്. ചിലർ ഇതിനെ ദിവ്യശക്തി എന്ന് പോലും പറയാറുണ്ട്. മൃതദേഹങ്ങളെ പറ്റി പഠിക്കാൻ ബോഡി ഫാമുകൾ പല രാജ്യങ്ങളിലുമുണ്ട്. ആത്മാവുണ്ടോ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മൃതദേഹം അഴുകുന്നതിന്റെ കാലം പറഞ്ഞ കഥകളാണ്. മരണം എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒരു നൊടിക്കുള്ളിൽ സംഭവിക്കാം. പക്ഷേ മൃതദേഹം ഏകദേശം 10 വർഷം എങ്കിലും എടുക്കും അഴുകിത്തീരാൻ. ഭൂമിയിൽ ജനിച്ചു വീണ ഒരു ജീവി എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. മരണത്തിന്റെ കാരണങ്ങൾ പലതാണ്. പക്ഷേ അതിനെ പൊതുവായി നമുക്ക് ഇങ്ങനെ പറയാം. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ, പ്രധാനമായും ഹൃദയം, മസ്തിഷ്കം, നട്ടലിനുണ്ടാവുന്ന തകരാറുകൾ തുടങ്ങിയവയാണ് വളരെ വേഗത്തിൽ മരണം സംഭവിക്കാൻ കാരണം. പ്രായാധിക്യം മൂലം മരണപ്പെടുന്ന അഥവാ സ്വാഭാവിക മരണത്തെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. സ്വാഭാവിക മരണം എന്നാൽ പ്രായമാകും തോറും ആന്തരിക അവയവങ്ങൾക്കുണ്ടാവുന്ന തകരാറുകളാണ് ഏറ്റവും പ്രധാനം. ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ ആവുമ്പോൾ മരണത്തിന് കീഴടങ്ങാറാണ് പതിവ്. മൃതദേഹം അഴുകുന്നതിനെ 5 സ്റ്റേജസ് ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് സെൽഫ് ഡൈജഷൻ, രണ്ടാമത്തത് ബ്ലോട്ട്, മൂന്നാമത്തത് ആക്റ്റീവ് ഡികെ, നാലാമത്തത് അഡ്വാൻസ്ഡ് ഡികെ, അഞ്ചാമത്തത് സ്കെലറ്റനൈസേഷൻ. എന്താണ് സെൽഫ് ഡൈജഷൻ? നമ്മുടെ ഹൃദയമാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം അയക്കുന്നതും വാങ്ങുന്നതുമെല്ലാം. നമുക്കറിയാം, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ അഥവാ ജീവനോടെ ഇരിക്കാൻ ഓക്സിജൻ ഗ്യാസ് ആവശ്യമാണ്. ഹൃദയമിടിപ്പ് നിന്നാൽ രക്തം കോശങ്ങളിൽ ചെല്ലാതെയാവും. അപ്പോൾ സ്വാഭാവികമായും കോശങ്ങളുടെ ഇന്ധനമായ ഓക്സിജൻ ലഭിക്കാതെയാവും. അങ്ങനെ അടുത്ത 2 നിമിഷത്തിനുള്ളിൽ ഓക്സിജന്റെ അഭാവം കാരണം ശരീരത്തിലെ pH മാറുന്നു. അങ്ങനെ ശരീരത്തിന്റെ നിറം മാറുന്നു. 10 നിമിഷത്തിനുള്ളിൽ ഊഷ്മാവ് കുറഞ്ഞ് ശരീരം തണുക്കാൻ തുടങ്ങുന്നു. മണിക്കൂറിൽ 1.5 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന നിലയിൽ ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞ് റൂം ടെമ്പറേച്ചറിലേക്ക് വരുന്നു. ഇങ്ങനെ ശരീരത്തിന്റെ ഊഷ്മാവ് കുറയുന്ന രീതിയെ അൽഗോർ മോർട്ടിസ് എന്നാണ് വിളിക്കുന്നത്. അടുത്ത 30 മിനിറ്റിനുള്ളിൽ ശരീരത്തിലെ രക്തം എല്ലാം ഗ്രാവിറ്റി അനുസരിച്ച് നിലത്തേക്ക് പറ്റിക്കിടക്കുന്ന സ്ഥലത്തേക്ക് അടിഞ്ഞുകൂടുന്നു. ഈ രീതിയെ ലിവർ മോർട്ടിസ് എന്നാണ് വിളിക്കുന്നത്. 2 മണിക്കൂറുകൾ കഴിയുമ്പോൾ ഓക്സിജൻ ഗ്യാസും രക്തഓട്ടവും നിലച്ചത് കാരണം മസിലുകളെല്ലാം ചുരുങ്ങാൻ തുടങ്ങുന്നു. ഈ രീതിയെ റിഗർ മോർട്ടിസ് എന്നാണ് വിളിക്കുന്നത്. ഓക്സിജൻ ലഭിക്കാത്തത് കാരണം 7 മണിക്കൂറുകൾക്ക് ശേഷം ശരീരത്തിനുള്ളിൽ ബാക്ടീരിയ, ആർക്കിയ, സിംഗിൾ സെൽ യുക്കാരിയോറ്റസ്, അമീബ തുടങ്ങിയ സൂക്ഷ്മജീവികൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. അവ ലിപ്പിഡുകളും പ്രോട്ടീനുകളും ഭക്ഷിക്കുന്നു. 12 മണിക്കൂറുകൾക്ക് ശേഷം എൻസൈമുകൾ കോശങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങുന്നു. ഈ സ്വയം നശിപ്പിക്കലിനെ മെഡിക്കൽ ഭാഷയിൽ ഓട്ടോലിസിസ് എന്നാണ് വിളിക്കുന്നത്. ശരീരത്തിലെ ഊഷ്മാവിനെ അനുസരിച്ചായിരിക്കും ഓട്ടോലിസിസ് നടക്കുന്നതിന്റെ വേഗത. ഉദാഹരണത്തിന്, തണുപ്പ് കൂടുതലാണെങ്കിൽ ഈ പ്രക്രിയയുടെ വേഗതയും കുറയും. അഥവാ തണുപ്പ് കുറവാണെങ്കിൽ വേഗത കൂടുകയും ചെയ്യും. മോർച്ചറിയിൽ ഇരിക്കുന്ന മൃതദേഹം, ഫ്രിഡ്ജിലിരിക്കുന്ന ഭക്ഷണങ്ങൾ തുടങ്ങിയവ കേടാവാതെ ഇരിക്കുന്നതിനെല്ലാം കാരണം ഇത് തന്നെയാണ്. എന്താണ് രണ്ടാമത്തെ സ്റ്റേജായ ബ്ലോട്ട്? ഏകദേശം 1 ദിവസത്തിന് ശേഷമാണ് ശരിയായ ജീർണിക്കൽ അഥവാ ഡീകമ്പോസിംഗ് ആരംഭിക്കുന്നത്. ഈ പ്രക്രിയയെ പ്യൂട്രിഫാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ മൃതദേഹത്തിന്റെ വയർ മീഥെയിൻ, സൾഫർ, അമോണിയ ഗ്യാസുകൾ കൊണ്ട് നിറയുന്നു. അങ്ങനെ മൃതദേഹത്തിന്റെ വയറ് വീർക്കുന്നു. മാത്രമല്ല, ഈ ഗ്യാസുകൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്നു. അങ്ങനെ ശരീരത്തിന്റെ നിറം ആകെ മാറുന്നു. എന്താണ് മൂന്നാമത്തെ സ്റ്റേജായ ആക്റ്റീവ് ഡികെ? തുടർന്ന് ഈച്ചകളും പ്രാണികളും ഒക്കെ വന്ന് മുട്ടയിടുന്നു. 3-ാമത്തെ ദിവസം ആ മുട്ടകൾ വിരിഞ്ഞ് അവ മൃതദേഹത്തിന്റെ ഓരോ ഭാഗങ്ങളും കഴിക്കാൻ ആരംഭിക്കുന്നു. 4-ാമത്തെ ദിവസം മാംസവും തൊലിയും വിട്ടുമാറി തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അതായത് തീ കൊണ്ട് ശരീരത്തിൽ പൊള്ളലേറ്റതുപോലെ. തുടർന്ന് ഇതോടൊപ്പം മുടിയും കൊഴിഞ്ഞു പോകുന്നു. 4.5 ദിവസങ്ങൾക്ക് ശേഷം നഖവും തൊലിക്കുള്ളിലേക്ക് ചുരുങ്ങുന്നു. ഇതോടൊപ്പം ബാക്കിയുള്ള രക്തം കുമിള പോലെ മൂക്കിൽ രൂപപ്പെടുന്നു. പ്യൂട്രിഫാക്ഷൻ വഴി ഉണ്ടാകുന്ന ഗ്യാസുകൾ 5-ാമത്തെ ദിവസം പുറന്തള്ളപ്പെടുന്നു. അതാണ് വൃത്തികെട്ട ഗന്ധം പുറത്തു വരുന്നത്. അപ്പോഴേക്കും മൃതദേഹം മുഴുവൻ പ്രാണികളുടെ മുട്ടകൾ വിരിഞ്ഞ് പുറത്തു വന്ന പുഴുക്കളാൽ നിറഞ്ഞിട്ടുണ്ടാകും.
എന്താണ് നാലാമത്തെ സ്റ്റേജായ അഡ്വാൻസ്ഡ് ഡീകേ? 8ാമത്തെ ദിവസം ശരീരത്തിലെ എല്ലാ പേശികളും ദ്രാവകമായി മാറുന്നു. അവ മൃതദേഹത്തിൻ്റെ ഓരോ ദ്വാരങ്ങളിലൂടെയും പുറത്തു വരുന്നു. 10 ദിവസങ്ങൾക്ക് ശേഷം ഓരോ അവയവങ്ങളും അവയുടെ ക്രമമനുസരിച്ച് അഴുകാൻ ആരംഭിക്കുന്നു. കുടലിൽ തുടങ്ങി ഗർഭപാത്രം വരെയാണ് ആ ക്രമം. 12ാം ദിവസം എല്ലുകൾ വേർപെടാൻ തുടങ്ങുന്നു. 14ാം ദിവസം പുഴുക്കൾ അവയുടെ പങ്ക് കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു. ഇനിയാണ് അവസാനത്തെ സ്റ്റേജായ സ്കെലട്ടനൈസേഷൻ. ഏകദേശം 17 ദിവസങ്ങൾക്കുള്ളിൽ മാംസങ്ങളൊന്നുമില്ലാത്ത അവശിഷ്ടമായി മൃതദേഹം മാറുന്നു. 20ാം ദിവസം ചവച്ചരച്ച് കഴിക്കാൻ കഴിവുള്ള ജീവികൾ ഉള്ളിലേക്ക് വരുന്നു. അവയ്ക്ക് കൂടുതൽ ഇഷ്ടം ലിഗമെന്റ്സ് ആണ്. 30ാം ദിവസം ഒന്നും അവശേഷിക്കാത്ത അസ്ഥികൂടമായി മൃതദേഹം മാറുന്നു. ഇതോടൊപ്പം ഗ്രേ വാക്സ് ഓർ അഡിപ്പോസിയർ എന്നൊരു അവസ്ഥ മൃതദേഹങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ബാക്ടീരിയയുടെ സാന്നിധ്യത്തിൽ ശരീരത്തിലെ കൊഴുപ്പുകൾ വെള്ളവും ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ മെഴുകുപോലെ സോപ്പ് പോലെ കാണപ്പെടും. 36ാം ദിവസം അസ്ഥികളുടെ നിറം മങ്ങുന്നു. കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവയും പൊടിഞ്ഞ് മണ്ണിന് വളമായി മാറുന്നു. അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ, സമയം, കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയായിരിക്കും അഴുകലിന്റെ വേഗതയും രീതിയും. ചില സ്ഥലങ്ങളിലെ കാലാവസ്ഥയുടെയും മണ്ണിന്റെയും പ്രത്യേകത മൂലം അസ്ഥികൂടങ്ങൾ നശിക്കാതെ ഫോസിലുകളായി മാറാറുണ്ട്. ദിനോസറുകളുടെയും മാമത്തുകളുടെയും ആദ്യ മനുഷ്യരുടെയും അസ്ഥികൂടങ്ങൾ പിന്നീട് കണ്ടെത്തിയത് ഇതുകൊണ്ടാണ്. മണ്ണിൽ കുഴിച്ചിട്ട മൃതദേഹം സ്വാഭാവിക വേഗതയിൽ നശിച്ചു പോകും. വെള്ളത്തിലാണ് മൃതദേഹം കിടക്കുന്നത് എങ്കിൽ അഴുകുന്നതിന് മുൻപ് തന്നെ മീനുകൾ ഭക്ഷിക്കും. കല്ലറയ്ക്കുള്ളിൽ, അതായത് വായു സഞ്ചാരം കുറവുള്ള സ്ഥലങ്ങളിലാണ് അടക്കം ചെയ്തത് എങ്കിൽ വർഷങ്ങളോളം മൃതദേഹം അങ്ങനെ തന്നെ കിടക്കാനും സാധ്യതയുണ്ട്. മൃതദേഹം അഴുകുന്നതിനെ പറ്റി പഠിക്കാൻ അമേരിക്ക, കാനഡ തുടങ്ങിയ പല രാജ്യങ്ങളിലും ബോഡി ഫാമുകളുണ്ട്. അവിടെ ശാസ്ത്രജ്ഞർ മൃതദേഹങ്ങളെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുന്നു. മൃതദേഹം അഴുകുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഓരോ രീതികളും പഠിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ മൃതദേഹങ്ങൾ വർഷങ്ങളായി അഴുകാത്ത അവസ്ഥയിൽ കാണപ്പെടാറുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ ആ വ്യക്തി കഴിച്ച മരുന്നുകൾ മൃതദേഹത്തിലെ ബാക്ടീരിയകൾ ഉണ്ടാവാൻ തടസ്സമായിരിക്കാം, പ്രത്യേകിച്ച് ആന്റിസെപ്റ്റിക് മരുന്നുകൾ. മാത്രമല്ല, കാലാവസ്ഥയും അടക്കിയ സ്ഥലത്തിന്റെ പ്രത്യേകതയും ഇതിന് കാരണമാകാറുണ്ട്. ആരുമില്ലാത്ത ഒരു വീട്ടിൽ അജ്ഞാത മരണം നടന്നു എന്ന് വിചാരിക്കുക. വെളിയിലേക്ക് പുറന്തള്ളുന്ന ദുർഗന്ധം കാരണമായിരിക്കും പലരും ആ മരണം അറിയുന്നത്. അപ്പോൾ മൃതദേഹം കിടക്കുന്ന സ്ഥലത്ത് അഴുകൽ കാരണമുണ്ടായ ദ്രാവകങ്ങളും കാണാൻ സാധിക്കും. അവയിൽ രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള സൂക്ഷ്മജീവികളും ബാക്ടീരിയകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൃതദേഹം കിടന്ന സ്ഥലമോ ആ വീട്ടിലെ ഗൃഹോപകരണങ്ങളോ കൃത്യമായി സാനിറ്റൈസ് ചെയ്യാതെ തൊടാൻ പോലും പാടില്ല. ഇബോള, നോറോ വൈറസ് ആൻഡ് ഇൻഫ്ലുവൻസ തുടങ്ങിയ പല വൈറസുകളും അവിടെ ഉണ്ടാവാൻ വളരെ സാധ്യതയുണ്ട്. മാത്രമല്ല, ആ പ്രദേശത്ത് വ്യാപിച്ച ദുർഗന്ധം പ്യൂട്രിസൈൻ അഥവാ കാഡവെറിൻ എന്ന് പറയുന്ന വിഷവാതകങ്ങളാണ്. അത് തൊലിയിലൂടെ ശരീരത്തിൽ കയറിയാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനും കാരണമായേക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം അർത്ഥം സമീപത്ത് ഒരു മരണം നടന്നു എന്ന് കേട്ടാൽ ഓടി അങ്ങോട്ട് പോകരുത് എന്നാണ്. മാത്രമല്ല, സെമിത്തേരി പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും കൃത്യമായ മെഡിക്കൽ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് അനിവാര്യമാണ്. ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ മനുഷ്യർ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാറുണ്ടായിരുന്നു. അടക്കം ചെയ്ത ഭാഗത്ത് കൂനുകൊട്ടി അവയുടെ മുകളിൽ പൂക്കളിടുന്നതും പതിവായിരുന്നു. നിയാണ്ടർത്തൽ മനുഷ്യരുടെ കാലത്തായിരിക്കാം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് എന്ന് കണക്കാക്കപ്പെടുന്നു. ഇനി പലർക്കുമുള്ള സംശയമാണ്, ആത്മാവുണ്ടോ? 1907 ഏപ്രിലിൽ അമേരിക്കൻ ഡോക്ടറായ ഡങ്കൻ മക്ഡഗൽ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ മരിക്കാറായ വ്യക്തികളിലായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയും അവരുടെ ഭാരം അളക്കുകയും ചെയ്യുന്നു. പിന്നീട് മരണത്തിന് ശേഷവും ഇവരുടെ ഭാരം അളക്കുന്നു. അങ്ങനെ പല പരീക്ഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു കാര്യം കണ്ടുപിടിക്കുന്നു. മനുഷ്യന് ആത്മാവുണ്ട്. അതാണ് 21.3 ഗ്രാംസ്. അതായത് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും 21.3 ഗ്രാംസ് നഷ്ടമാകുന്നു. അങ്ങനെ ആത്മാവുണ്ടെന്നും ആത്മാവിന്റെ ഭാരമാണ് 21.3 ഗ്രാംസ് എന്നും അയാൾ വാദിച്ചു. ഇതേ പരീക്ഷണങ്ങൾ മൃഗങ്ങളിൽ നടത്തുകയും അവയ്ക്ക് മരണശേഷവും ഒരു വ്യത്യാസവും കണ്ടില്ല എന്നും അതുകൊണ്ട് മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ എന്നും അയാൾ പറയുന്നു. പക്ഷേ പിന്നീട് വന്ന പരീക്ഷണങ്ങളിൽ ഇങ്ങനെയൊരു ഭാരവ്യത്യാസം കാണാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ 21 ഗ്രാംസ് എന്ന ഈ തിയറി വെറും ഹൈപ്പോത്തിസിസ് മാത്രമാണ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലോ അതോ അതിനു മുമ്പുള്ള സംസ്കാരത്തിലോ ആവണം ആത്മാവ് എന്ന സങ്കല്പം തന്നെ ഉണ്ടായത്. അതുകൊണ്ടാണ് അവർ മനുഷ്യർ പുനർജീവിക്കുമെന്നും അവരുടെ ആത്മാക്കൾ തിരിച്ചു വരുമെന്നും അപ്പോൾ ആത്മാവിന് വസിക്കാൻ ഒരു ശരീരം വേണമെന്ന് സങ്കല്പിച്ച് പിരമിഡുകൾ പണിതതും
ദൈവത്തിന്റെ മധ്യസ്ഥർ എന്ന് കരുതപ്പെടുന്ന രാജാക്കന്മാരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാതെ മമ്മിഫൈ ചെയ്ത് സൂക്ഷിച്ചതും. ഇത് മാത്രമല്ല, മതവിശ്വാസികൾ പല രീതിയിലും ആത്മാവിനെ കാണുന്നു. അലഞ്ഞു നടക്കുന്ന ആത്മാക്കൾ എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ചിലർ രാത്രിയിൽ ആത്മാക്കളെ കണ്ട കഥ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആത്മാക്കൾ പകൽ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നില്ല? സംശയം തോന്നുന്ന കാര്യമല്ലേ? ഇരുണ്ട വെളിച്ചത്തിൽ നമുക്കുണ്ടാവുന്ന ചില തോന്നലുകളാണ് പിന്നീട് പലരും പ്രേതകഥകളായി പറഞ്ഞു വരുത്തുന്നത്. പക്ഷെ മനുഷ്യന് ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കാൻ തക്കതായ ഒരു ശാസ്ത്രീയ തെളിവുകളും ഇതുവരെയില്ല. അതുകൊണ്ട് ആത്മാവിനെ കണ്ടു എന്ന് പറയുന്ന ആളുകളോട് കണ്ണ് പരിശോധിക്കാൻ പറയുക. സത്യത്തിൽ ഭൗതിക ജീവിതം തൃപ്തി കൊടുക്കാത്തത് കൊണ്ട് മരണത്തെ അതിജീവിക്കണമെന്ന പുരാതന സംസ്കാരങ്ങളിലെ വിശ്വാസങ്ങളിൽ ഉണ്ടായ വെറും തോന്നൽ മാത്രമാണ് ആത്മാവ്. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ അയാൾ ഹിന്ദുവാണെങ്കിൽ പഞ്ചശക്തിയെ സാക്ഷി നിർത്തി തീയിൽ ദഹിപ്പിക്കും. ഉത്തരേന്ത്യക്കാരാണെങ്കിൽ ഗംഗാനദിയിൽ ഒഴുക്കി പുണ്യം അന്വേഷിക്കും. മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ പെട്ടിയുണ്ടാക്കി ഖബറടക്കും. ആരുമില്ലാത്ത ഒരാളാണെങ്കിൽ ചാവാലിപ്പട്ടിക്കും കഴുകനും ഭക്ഷണമാക്കും. മനുഷ്യൻ ജനിക്കുന്നതും മരിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് മതങ്ങൾ നമുക്ക് തമ്മിലുണ്ടാക്കിയ വ്യത്യാസങ്ങൾ മാത്രമാണ് മരണാനന്തര ചടങ്ങുകൾ വ്യത്യസ്തമാവാൻ കാരണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് മതമായാലും ഏത് ജാതിയായാലും മരണശേഷം മണ്ണിൽ അഴുകിച്ചേരുന്നത് ഒരുപോലെ തന്നെയാണ്. നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഏതു ജാതിയിൽ പിറന്നാലും ഏതു മതത്തിൽ പിറന്നാലും ഏത് അവസ്ഥയിൽ പിറന്നാലും ജനിക്കുന്നതും മരിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന കുറച്ച് നാളുകൾ മതങ്ങൾ നമുക്ക് തന്ന വ്യത്യാസങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. നഗ്നനായി ജനിച്ച് മത്തായിയായും മുഹമ്മദായും മേനോനായും വളർന്ന് ശ്വാസം നിലച്ച് ഭൂമിയിൽ പതിക്കുമ്പോൾ എല്ലാവർക്കും ഒരൊറ്റ പേരേ ഉള്ളൂ: മൃതദേഹം, ഡെഡ് ബോഡി. മരണം വരുമൊരു നാൾ, ഓർക്കുക കൂടെ പോരും ജീവിത ചെയ്തികളും.